പലതരത്തിലുള്ള ദൃശ്യങ്ങൾക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം സാക്ഷിയായത്. അതിലൊന്നായിരുന്നു കിണറ്റിലിറങ്ങി നന്ദി പറഞ്ഞ് തന്റെ വോട്ടറോട് നന്ദി പറഞ്ഞ് തിരികെ കയറുന്ന ഒരു സ്ഥാനാർത്ഥി. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. പുൽപ്പറ്റ പഞ്ചായത്ത് 4-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വിജയിച്ചിരിക്കുകയാണ്. കിണർന്ന് തന്നെ ലഡു കൊടുത്ത് തിരിച്ചു വരികയാണോ? കിണറിന് ലഡു കൊടുത്ത് തിരിച്ചു വരികയാണ്. എന്തായിരുന്നു അങ്ങനെ കിണറിൽ ഇറങ്ങാണ്ടായ ഒരു സാഹചര്യം? ഞാൻ ആവേശത്തിൽ ഇത് കഴിഞ്ഞു ഇങ്ങനെ പോകുന്ന സമയത്ത് പ്രവർത്തകരൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആവേശം കണ്ടിങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് എൻ്റെ പ്രവർത്തകന്മാർ പറയുന്നത് എൻ്റെ ഷാബുക്ക കിണറ്റിൻ്റെ അടിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഷാബുഖാനെ കാണാൻ കിണറ്റിൽ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരിട്ട് പ്രവർത്തകരുടെ സമ്മതത്തോടുകൂടി കിണറ്റിലിറങ്ങി മൂപ്പരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ഈ വളരെ വേഗത്തിൽ താങ്കൾ ഇറങ്ങുന്നോ കയറുന്നൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇങ്ങനെ പരിചയമുണ്ടോ? പരിചയം അങ്ങനെ ആവേശം കൊണ്ടാണ് ചെയ്തതാണ്. അത്ര പരിചയമൊന്നുമില്ല, എന്നാലും അത് ആവേശം മൂത്തപ്പോൾ ഉള്ള ഒരു ഇതാണ്. ഈ ഒരു പ്രദേശം കേരളത്തിലാകെ വൈറലായിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ആരോ പകർത്തിയൊരു ദൃശ്യമായിരുന്നു എന്ന് തോന്നുന്നു. ഇത് ഇവിടെ ഈ പ്രദേശം പുതുതായിട്ട് ഞങ്ങളെ വാർഡിലേക്ക് വന്നൊരു പ്രദേശമാണിത്. ഇവിടുത്തെ വോട്ടിന്റെ റിസൾട്ട് വരുന്നതിന്റെ മുന്നേ തന്നെ ഷാബുക്ക് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു 80 വോട്ട് ചുരുങ്ങിയത് ഈ ഭാഗത്ത് നിന്ന് UDFന് ലീഡ് ഞാൻ നേടിത്തരുമെന്നുള്ളത്. ഇത്രയും മുന്നിൽ നിന്ന് തന്ന ഒരു പ്രവർത്തകൻ കിണറ്റിലല്ല ഇനി ആകാശത്താണെങ്കിലും അവിടെ പോയിട്ടും അതിന് നന്ദി രേഖപ്പെടുത്തും എന്നുള്ളത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി അദ്ദേഹം കീപ്പ് ചെയ്തു എന്നുള്ളതാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. UDF കൺവീനർ എന്ന നിലയിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തു നിന്ന് സഹായിച്ച ഷിയാബുക്ക AK അബ്ദുറഹ്മാൻ ഹാജി, അതുപോലെ തന്നെ നാസർ മീഞ്ചറ, ഇതുപോലെ ഈ ഭാഗം ഞങ്ങളുടെ ഒരു വോട്ട് ബെൽറ്റ് എന്ന് തന്നെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്രയേറെ സജീവമായി പ്രവർത്തിച്ചവർ കിണറ്റിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും അവിടെ പോയി നന്ദി പറയുമെന്നുള്ളതാണ് ഇവരുടെ UDFകാരുടെ പക്ഷം. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.